കേരളീയത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ വെറൈറ്റിയുമായിട്ട് ഒരു പുതിയ എപ്പിസോഡ്. നാട്ടരങ്ങ് എന്ന നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൈതോല എന്ന ഇൻ്റർനാഷണൽ മ്യൂസിക് ബാൻഡിനെയാണ്. ആൽബർട്ട ബേസിലുള്ള ഒരു മലയാളി ഗ്രൂപ്പാണ് ഈ ഒരു ബാൻഡ് തുടങ്ങിയിരിക്കുന്നത്. ഈ അടുത്തിടെയാണ് തുടങ്ങിയത്. പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ഹിപ്പ് ഹോപ്പ് ആവട്ടെ, മെറ്റൽ റോക്ക് ആവട്ടെ, കണ്ടംപററി ആവട്ടെ. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ വളരെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫോക്ക് സോങ്സ്, നമ്മുടെ നാടൻ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ പെർഫോമൻസിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ആയിട്ടും ഒരു ട്രിബ്യൂട്ട് ടു ദ ഇന്ത്യൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് എത്നിസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുപോലുള്ളൊരു എന്താ പറയുക, നാടൻ പാട്ടുകളുടെയൊക്കെ ഉള്ളൊരു പെർഫോമൻസ് ഈ അടുത്തിടെ ടൊറോണ്ടോയിലും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ നേരിട്ട് പരിചയപ്പെടാനും അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനും സാധിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളിലേക്കും ഒക്കെ നമുക്ക് പോകാം നാട്ടരങ്ങ് എന്ന ഈ സെഗ്മെൻറ്റിലൂടെ. നമുക്ക് തോമസ് ചേട്ടനെ പരിചയപ്പെടാം. ഈ ബാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളാണ്. തോമസ് ചേട്ടൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ, ഞാൻ ഈ ബാൻഡിൻ്റെ അത്ര പ്രധാനപ്പെട്ട ആളൊന്നുമല്ല. നേരത്തെ കണ്ണൻ ഇവിടെ ആദ്യം എന്ന് പറഞ്ഞു ഞാനൊരു മെമ്പർ മാത്രമാണെന്ന്. പക്ഷേ കണ്ണനാണ് ഞങ്ങളുടെ ലീഡർ. 1-2 സിനിമകളിലൊക്കെ അദ്ദേഹം പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ജയരാജൻ്റെ 1-2 പടങ്ങളിൽ. പിന്നെ അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മെമ്പറെന്ന് പറഞ്ഞ് പുള്ളി എളിമ പ്രകടിപ്പിച്ചെന്നുള്ളൂ. പുള്ളിയാണ് ഞങ്ങളുടെ ലീഡർ. പിന്നെ ജോബി, അവർ 2 പേരുമാണ് നമ്മുടെ ബാൻഡിൻ്റെ ആൾക്കാർ. പിന്നെ ഞാൻ ഈ പിള്ളേരുടെയൊക്കെ കൂടെ കീബോർഡ് വായിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. I met Kanan, I think 2015 or something like that, when he just came from India. And then the guys that I knew from the Indian community connected me with him. And then we did an event together. We met, we sat down, we were talking, and then I saw how energetic he was and on fire, really wanted to do music. And then slowly we started having different pieces in the band, including the bass player was called Owen, and then the keyboard player right here named Chris. Yeah, so I joined Kayathala this year, so I'm relatively new, and I was introduced through my good friend here. I just want everybody to sing with us. We are the team Kayathala. You guys know the song? The guitar, the timitar, the timitar, the timito. Guitar, the timitar, the timitar, the timito. The guitar, the timitar, the timitar, the timito. The guitar, the timitar, the timitar, the timito. ചെക്കനായിരിക്കും മുമ്പേ ദയ്യം താരോ, ചെമ്പട്ടു വീശും മുമ്പേ ദയ്യം താരോ, ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പാടിക്കച്ചെന്നേ ദയ്യം താരോ, താരതാരോ മാലിമനാമുറിഞ്ഞേ ദയ്യം താരോ, ചെരിക്കലും മൂടിങ്ങേ ദയ്യം താരോ, പാടത്തിലെന്തുണ്ട് കാച്ചിക്കുടിക്കാനാൻ അന്നിക്കടി കിടത്തി ദയ്യം താരോ, തകതാര തകതാര കൈതോല ബാൻഡിൻ്റെ മറ്റൊരു അംഗമായ ജോബിയോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ഞാനും കൈതോലയുടെ മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ്. വോക്കലിസ്റ്റാണ്. അത്യാവശ്യം ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. കൈതോല ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എല്ലാവരുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ആടുവാ
നമുക്ക് കണ്ണനോട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ണൻ, കൈത്തോല ബാൻഡിൻ്റെ ഒരു മെമ്പറാണ്. ഞങ്ങൾ കാൽഗറിയിലാണ്, ഞങ്ങൾ കാൽഗറിയിൽ നിന്നാണ് വരുന്നത്. ഇന്നിപ്പോൾ ടൊറൻറ്റോയിൽ ഞങ്ങളുടെ ഒരു ഷോ കഴിഞ്ഞ് നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ് ഇൻ ദിസ് ഇൻ്റർവ്യൂ. കൈത്തോല ഏതാണ്ട് ഒരു 2017 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഒരു മ്യൂസിക് ആൽബം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കാരണം കേരളത്തിൽ കുട്ടികളോട് ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ആൽബം, ഞങ്ങൾ ഇളകി എന്ന് പറഞ്ഞ ആൽബം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷമാണ് ശരിക്കും കൈത്തോല എന്ന് പറഞ്ഞ ബാൻഡ് ഞങ്ങളൊരു ഇത്രയും ഒരു ടൈറ്റ് സ്ട്രക്ചറിലോട്ട് കൊണ്ടുവന്ന് ഇത്രയും ഞങ്ങളുടെ 14 മെമ്പേഴ്സുണ്ട് ഇതിനകത്ത്. എല്ലാവരും ഒരേ മനസ്സോടെ ആ മ്യൂസിക്കിനും ആ ഒരു നമ്മുടെ ആ ഒരു കൺസെപ്റ്റിനും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇവരെങ്കിലും എത്തിയത് അത്രയും. സോ കൈത്തോല ഇപ്പോൾ നിൽക്കുന്ന 2001 ഞങ്ങൾ 2020 ഞങ്ങളുടെ ഒരു സെക്കൻഡ് മ്യൂസിക് ആൽബം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാന ശ്രേണിയിൽ നിൽക്കുന്ന ഡയറക്ടർ ജയരാജ് എന്ന് പറയുന്ന ജയരാജ് സാറിൻ്റെ 2 മൂവീസിൽ നമുക്ക് മ്യൂസിക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. കൊറോണയ്ക്ക് അതിന് നന്ദി പറയുകയാണ്. ആ ഒരു സമയത്ത് കൊറോണ ആയതുകൊണ്ടാണ് നമുക്കറിയാം കാനഡയിൽ നമ്മൾ ജോലിയും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് അത്രയും സമയം കിട്ടിയത് വലിയൊരു കൊറോണ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് 2 സിനിമകൾക്ക് നമ്മൾ സംഗീതം ചെയ്തു. അതിലൊരു സിനിമ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷനായി. ആ സിനിമയിലെ ബാലതാരത്തിനാണ് ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതിനുശേഷം 2ാമത്തെ സിനിമ നമ്മുടെ മരിച്ചുപോയ എല്ലാവരുടെയും പ്രിയപ്പെട്ട KPS ലളിത ചേച്ചിയും നാഷണൽ അവാർഡ് വിന്നർ സുരഭിയാണ് അതിനകത്ത് നായിക. അപ്പം അത് അടുത്തൊരു 2 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബാൻഡിൽ ഒത്തിരി മെമ്പേഴ്സ് പാടിയിട്ടുണ്ട്. മ്യൂസിക് ചെയ്തത് ഞാനാണ്. അപ്പം കൈത്തോല ഞങ്ങളുടെ ഒരു ജീവൻ്റെ ഭാഗമാണ് കൈത്തോല എന്ന് പറയുന്നത്. സോ ഞങ്ങളെ ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾ ഓൺ പെർഫോമൻസ് ക്രൂസിൽ 12-13 പേരാണുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് സൗണ്ട് ഗൈസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രാഫിക് ഡിസൈൻസ് ചെയ്യുന്ന ടീമുണ്ട്. പിന്നെ നാട്ടിൽ നമുക്ക് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്ന ടീമുണ്ട്. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇതിനോടൊക്കെ മ്യൂസിക്കിനും സംഗീതത്തിനോടും കലയോടും ഒക്കെ ഉള്ള താല്പര്യം കൊണ്ട് എല്ലാവരും കൂടെ നിൽക്കുന്നതാണ്. പൈസ കൊടുത്തൊന്നും ചെയ്യാനൊന്നും ആയിട്ടില്ല. അപ്പം ഇനിയും നമുക്ക് തുടർന്ന് മുമ്പോട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ വ്യൂവേഴ്സിൻ്റെയും കയ്യിൽ നിന്നും ഉണ്ടാകണം. കൂടുതലായിട്ട് കൈത്തോല ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ട്രഡീഷണൽ സോങ്സാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി മൺമറഞ്ഞു പോകുന്ന പാട്ടുകളും അതിൻ്റെ ചരിത്രവും ഒക്കെയുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ചരിത്രങ്ങൾ പറഞ്ഞു പോകുന്നില്ലെങ്കിൽ പോലും പാട്ടുകൾക്ക് പുതിയ തലമുറയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഫ്ലേവേഴ്സ് കുറച്ചുകൂടെ ഒരു വെസ്റ്റേൺ സ്റ്റൈലാക്കി ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ സോങ്ങിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ്. അപ്പം അതുപോലത്തെ സോങ് നമ്മൾ കൂടുതലായിട്ട് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ലെജൻസുകളായിട്ടുള്ള റഹ്മാൻ സാറ്, ഇളയരാജ സാർ, അങ്ങനെയുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് സോങ്സും ഒക്കെ നമ്മൾ റീകമ്പോസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോണർ ഒരു പ്രോഗ്രസീവ് മെറ്റൽ റോക്ക് ആണ് നമ്മുടെ ഒരു ജോണർ ബാൻഡിൻ്റെ. ഈവൻ നമ്മളല്ലാണ്ടുള്ള മെലഡീസും വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ജോണേഴ്സും ടച്ച് ചെയ്ത് പോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ബട്ട് കൂടുതലും ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ്സ് നമ്മുടെ മലയാളിയുടെ തന്നെ സോൾഫുൾ സോങ്സ് ആയ ഫോക്ക് സോങ്സ് ആണ്.
നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെൻറ്റ് വിജയവീതി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറായ ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾസിൻ്റെ ഒരു സാരഥി എന്ന് പറയുന്ന എലിസബത്തിനെ. അപ്പം എലിസബത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എത്ര കേട്ടാലും മതി വരില്ല. നമുക്കതിലേക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം അടുത്തതായി. എല്ലാ വർഷവും ഈ സ്റ്റോൺ ഫെയർ ഉണ്ട്. പല രാജ്യങ്ങളിൽ വെച്ച് നടക്കും. അത് ഇന്ത്യയിലോ ബ്രസീലിലോ ഇറ്റലിയിലോ എല്ലാ രാജ്യങ്ങളിലും ഈ സ്റ്റോൺ ഫെയർ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓരോ വർഷവും സെറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഗ്രാനൈറ്റ് ആയിരുന്നു ഏറ്റവും പോപ്പുലറായിട്ട് ഇവിടെ കാനഡയിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോണ്. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ് കോട്ട്സ് വന്നു, പോഴ്സലൻ വന്നു, കോട്ട്സൈറ്റ് വന്നു, അങ്ങനെ പല മെറ്റീരിയൽസ് പിന്നീട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയുന്നത് ഇങ്ങനെയുള്ള സ്റ്റോൺ ഷോയിൽ പോകുമ്പോഴും അതുപോലെ ഇവിടെയുള്ള ഡിസൈനേഴ്സ് നമ്മളെ ഇൻഫോം ചെയ്യും ഏത് കളറാണ് ഇപ്പോൾ പോപ്പുലറായിട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റോണുകൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ സപ്ലയേഴ്സും പല കാറ്റലോഗ്സും പുതിയ ട്രെൻഡ് വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ ഇൻഫോം ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവിടെ പോകുന്ന കളറുകൾ, ഇവിടുത്തെ ഒരു ട്രെൻഡ് നമ്മളും മാർക്കറ്റിൽ പല കസ്റ്റമേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓരോ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ സപ്ലയേഴ്സിനെയും നമ്മളുമായിട്ടുള്ളൊരു കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യത്തിൽ. എല്ലാ രാജ്യങ്ങളിലും നമുക്ക് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്രസീലിൽ പോവുകയാണെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ എല്ലാ അപ്പോയിൻമെൻറ്റ്സുകളും ചാർട്ട് ചെയ്ത് എൻ്റെ ഹോട്ടൽ സ്റ്റേ, എൻ്റെ ട്രാവൽ ടൈമിങ് എല്ലാം സെറ്റ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് മുതൽ തിരിച്ച് നമ്മൾ എയർപോർട്ടിലോട്ട് കൊണ്ടുവിടുന്ന സമയം വരെ എൻ്റെ കൂടെ ആളുണ്ടാവും. അത് ഏത് രാജ്യത്ത് ചെന്നാലും അങ്ങനെയാണ്. അപ്പോൾ എല്ലാം ചാർട്ടഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് ഫാക്ടർ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്താവും എന്നുള്ളൊരു ഭയമില്ല. പിന്നെ റെഗുലർലി ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട്, അതെല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. അത് ഇന്ത്യയിൽ പോയാലും നമുക്കവിടെ കൂടെ പോകാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്യാനും, ചൈന ആയാലും ഇന്ത്യ ആയാലും ഇറ്റലി ആയാലും ബ്രസീലായാലും എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇഷ്യൂസ് അങ്ങനെ എനിക്ക് നേരിട്ടിട്ടില്ല. പിന്നെ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും എല്ലാവരും എവിടെയാണോ ഓക്കെയാണോ എന്നുള്ള ഒരു ഫ്രണ്ട്ലി മാനർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഭയം എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ്സ് ആക്ച്വലി എ പ്ലഷർ ട്രിപ്പ് ഫോർ മീ ആൻഡ് ഐ റിയലി എൻജോയ് ഇറ്റ്. ഐ നെവർ ഫെൽറ്റ് ഐ എം അലോൺ ഓർ ഐ എം സ്കെയർഡ്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാട്ടിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാടിനടുത്ത് ആയാപറമ്പ് എന്ന് പറയുന്നൊരു കുഞ്ഞു ഗ്രാമമുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ സ്പെൻഡ് ചെയ്തത് അവിടെയാണ്. അവിടെ നിന്നാണ് ഞാൻ കാനഡയ്ക്ക് വരുന്നത്. ആ സമയത്ത് എനിക്ക് യാതൊരു ഭാഷയോ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു കാര്യങ്ങളും എനിക്ക് അറിയാത്ത ഒരു പ്രായത്തിലാണ് ഞാനിവിടെ കാനഡയിലോട്ട് വരുന്നത്. ഗ്രാനൈറ്റ് ഇമ്പോർട്ടേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റെനോവേഷൻ്റെ ഒരു ഡിവിഷനും കൂടെ ഉണ്ടായിരുന്നു. അത് ഹസ്ബൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിലും ഞാൻ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബിജുവിൻ്റെ മരണശേഷം അത് സ്റ്റോപ്പാക്കി നമ്മുടെ ഗ്രാനൈറ്റിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വലുതായി. മൂത്ത മോനിപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഇപ്പോൾ അവൻ അടുത്ത വർഷം അത് പാസ് ഔട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 വർഷം മുൻപ് ഒരു ഡിസൈനർ ഫോം ചെയ്തു. നമ്മൾ കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും പ്രോജക്റ്റുകളെടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രോജക്റ്റുകൾ ഓൾറെഡി ഫിനിഷ് ചെയ്തു. മോനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അവനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു വർഷത്തിൽ 1-2 പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യും.
കൂടുതലും കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. റെസിഡൻഷ്യലും നമ്മൾ ചെയ്യാറുണ്ട്. വളരെ എല്ലാ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സംഘടനകളായാലും ചർച്ച് വൈസ് ആയാലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എസ്പെഷ്യലി ബിജു ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ പ്രോഗ്രാംസും നമ്മൾ സ്പോൺസർ ചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് അപ്രോച്ച് ചെയ്താലും ഒരിക്കലും നോ പറയാറില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ സജീവമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ സ്വന്തം നാട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴി പരിചയമുള്ളവരായാലും നമുക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം, കല്യാണങ്ങൾക്കായാലും വീട് വയ്ക്കുന്നതായാലും അങ്ങനെ പല അസുഖങ്ങൾ വരുന്നവരായാലും പല കാര്യങ്ങളറിയാം. പക്ഷേ അതിലൊക്കെ നേരിട്ട് ഞാൻ ഇടപെട്ട് നമുക്ക് അത് കൺവിൻസിംഗ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരുടെ എല്ലാ ചിലവുകളും ഞാൻ നേരിട്ടെടുക്കാറുണ്ട്. അത് വേറൊരാൾ അറിഞ്ഞിട്ടോ ഒന്നുമല്ല, ഡയറക്റ്റായിട്ട് എനിക്ക് കൺവിൻസിങ്, അത് എൻ്റെ ഒരു സന്തോഷം. അത് ഞാൻ ദൈവം എനിക്ക് തരുന്നതിൻ്റെ നന്മയിൽ നിന്നൊരു ഓഹരി ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ അത് ആരുടെയും പ്രേരണ കൊണ്ടോ ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലോ ഒന്നുമല്ല. അത് മാക്സിമം അവരിൽ ആ നന്മ എത്തണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് അത് ചെയ്യാറുമുണ്ട്. അത് അവർക്ക് കിട്ടുന്ന നന്മ വേറൊരാൾ അറിയരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം. മറ്റുള്ളവരറിഞ്ഞ് അത് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. 91 ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ മലയാളി കമ്മ്യൂണിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും സഹായത്തിനും ഒന്നും നമുക്ക് ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഒരുപാട് മലയാളികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് അല്ലാതെ ഈ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വരുന്ന ന്യൂ കമേഴ്സിനോടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കൺട്രിയാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ. പിന്നെ തുടക്ക സമയത്ത് ആസ് യൂഷ്വൽ എപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം നമ്മളൊരു പുതിയ രാജ്യത്ത് വന്നൊരു കാര്യങ്ങളെല്ലാം പഠിച്ചു വരാനുള്ള ഒരു ടൈമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരു കഷ്ടപ്പാട് നമ്മൾ ഏറ്റെടുക്കാനും അതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ എയിം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും അതിനൊരു മനസ്സുണ്ടെങ്കിൽ കാനഡയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്, ആൽബിനും വിപിനും. ആൽബിൻ ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ എടുക്കുന്നു. അവൻ അടുത്ത വർഷം ഫിനിഷ് ചെയ്യും. വിപിൻ കിൻസിയോളജി എടുക്കുന്നു യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ. രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്യൂച്ചർ പ്ലാൻസ്, ANV ഗ്രാനൈറ്റ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റോൺ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റോണിൻ്റെ തന്നെ പല പ്രോഡക്ട്സുകൾ നമ്മൾ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസും മാറേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഏവ ഡിസൈൻ ഗ്രൂപ്പ് നമുക്ക് ഡിസൈൻ ഫോം ഓൾറെഡി ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഷോട്ട് സ്റ്റോപ്പ് ഫോർ എവറിത്തിങ് എന്നുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറണം. അപ്പോൾ നമ്മൾ പ്രോജക്റ്റുകൾ എടുക്കുമ്പോൾ സ്റ്റോൺ മാത്രമല്ല, ക്യാബിനറ്റ്സ് ആയാലും എല്ലാ വർക്കുകളും നമ്മുടെ ഓൺ പ്രോഡക്ട്സ് നമ്മുടെ ഷോറൂമിൽ നിന്ന് പോകത്തക്ക രീതിയിൽ ഹോൾ പ്രോജക്റ്റ് നമുക്ക് മാനേജ് ചെയ്യത്തക്ക രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്റ്റോൺ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഓരോ പ്രോജക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഓൺ മെറ്റീരിയൽസ് കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഓൺ എംപ്ലോയീസിൽ നമുക്ക് ഒരു സംരംഭം അതൊരു വൺ ഷോട്ട് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്കുകൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി.
കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും പുതുതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. വീണ്ടും കുറേ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ വരുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.